ഹലോ സുഹൃത്തുക്കളെ, അടുത്തതായി നമ്മളോട് ഒപ്പം ചേരുന്നത് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോർജ് പയസാണ്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹം നാളത്തെ സമരപരിപാടിയെക്കുറിച്ച് സംസാരിക്കുകയാണ്. സമരപരിപാടി നടത്തുന്നതിൻ്റെ ഈ സമരത്തിൽ പങ്കെടുക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് വിശദീകരിച്ച് സംസാരിക്കുകയാണ്. നമുക്ക് അദ്ദേഹത്തിലേക്ക് മാറാം. കോട്ടയം മെഡിക്കൽ കോളേജുമായിട്ട് ബന്ധപ്പെട്ട് നിരവധിയായ അപാകതകൾ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളതാണ്. സാധാരണഗതിയിൽ ഹോസ്പിറ്റൽ ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയുടെ HDS മീറ്റിങ്ങുകളിലാണ് ഇത്തരത്തിലുള്ള പരാതികൾ ഉന്നയിക്കുന്നതും അതിനുള്ള പരിഹാരം കണ്ടുകൊണ്ടിരുന്നത്. എന്നാൽ ബഹുമാനപ്പെട്ട ശ്രീ VN വാസവൻ ഏറ്റുമാനൂർ MLA ആയി മന്ത്രിയായി ചുമതലയേറ്റതിനു ശേഷം ഈ ഹോസ്പിറ്റൽ ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയുടെ ജനറൽ ബോഡി മീറ്റിങ്ങുകൾ വർഷങ്ങളായിട്ട് കൂടുന്നില്ല. അദ്ദേഹവും മന്ത്രിയും ഏതാനും ഉദ്യോഗസ്ഥന്മാരും മാത്രം ചേർന്ന് എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം ചേർന്ന് അവരുടെ തന്നിഷ്ടപ്രകാരം തീരുമാനങ്ങൾ എടുത്ത് മുമ്പോട്ട് പോവുകയാണ് ചെയ്തത്. ടെൻഡർ കൊടുക്കുന്ന കാര്യത്തിലായാലും സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്ന കാര്യത്തിലായാലും DCHലേക്ക് വേണ്ട കാര്യങ്ങൾക്കായാലും അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും DCHൽ നിയമനം നടത്തുന്ന കാര്യത്തിൽ ഏകദേശം 700ഓളം പിൻവാതിൽ നിയമനങ്ങൾ ഉൾപ്പെടെ ഈ കാലത്ത് നടന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെതിരെ എല്ലാം ശക്തമായ പ്രതിഷേധങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നെങ്കിലും ഇവിടുത്തെ മികച്ച ഡോക്ടർമാരുണ്ട്, ആരോഗ്യമേഖല എഴുതി കാണിക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സർക്കാർ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് മുമ്പോട്ട് പോകുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അതിന് ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഇന്ന് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ന് യഥാർത്ഥത്തിൽ കേരളത്തിലെ ആരോഗ്യരംഗത്തിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളതും കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളതും വളരെ വ്യക്തമായിട്ട് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. 60ഓളം വർഷം പഴക്കമുള്ള ബിൽഡിങ്ങുകൾ ഇടിഞ്ഞു വീഴുന്ന സാഹചര്യം. 2 മന്ത്രിമാർ വന്നു നിന്നിട്ട് പറയുകയാണ് ഇതിന് കീഴിൽ ആരുമില്ല, ആർക്കും പരിക്കൊന്നും പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് 2.5 മണിക്കൂറോളം രക്ഷാപ്രവർത്തനം താമസിപ്പിച്ച് ഒരു പാവപ്പെട്ട സ്ത്രീയെ അവരുടെ ജീവൻ അപഹരിക്കുന്ന സാഹചര്യമുണ്ടാക്കി. ആരോഗ്യമന്ത്രിയും സഹകരണ മന്ത്രി VN വാസവനും സ്ഥലം MLA ആയ VN വാസവനും കൂടി അവരെ കൊന്നുകളഞ്ഞതാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അല്ലെങ്കിൽ അവരുടെ ജീവൻ പണ്ടേ രക്ഷിക്കാൻ സാധിക്കുമായിരുന്നു. ഇപ്പോൾ ഇന്ന് ശക്തമായ പ്രതിഷേധം ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും നേരെ 3 വട്ടം കരിങ്കൊടി കാണിക്കൽ പ്രതിഷേധം നടന്നിട്ടുണ്ട്.